നമസ്കാരം. ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ 12 ദിനങ്ങൾ. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ പൊലിഞ്ഞത് നിരവധി ജീവിതങ്ങൾ. മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴും അവ്യക്തം. നാശനഷ്ടങ്ങൾ വേറെയും. ആക്രമണത്തിൽ കൂടുതൽ നഷ്ടം ഇറാൻ എന്ന് വ്യക്തം. എന്നാൽ ലോകത്തിലെ തന്നെ പേരുകേട്ട ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളെ പോലും മറികടന്ന ഇറാന്റെ പ്രത്യാക്രമണം. ഇറാനെ ഒറ്റയ്ക്ക് കീഴടക്കാൻ ഇസ്രായേലിനാകില്ലെന്ന് വ്യക്തമാക്കിയ അമേരിക്ക ഒടുവിൽ നേരിട്ടിറങ്ങുകയും ചെയ്തു. അപ്രതീക്ഷിത ആക്രമണത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചു. ഇതോടെ ഇറാൻ കീഴടങ്ങും എന്ന് കരുതിയെങ്കിലും തെറ്റി. ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ മറുപടി. ഇതിനിടെ വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. വെടിനിർത്തലിന് ധാരണയായി എന്ന്. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാനിൽ നിന്ന് മിസൈലാക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ. വെടിനിർത്തൽ സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയും. കരാർ ലംഘിച്ചുള്ള മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇനി സമാധാനമോ സംഘർഷ തുടർച്ചയോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. വിദേശകാര്യ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്കർ, മോഹൻ വർഗീസ്, ബ്രിഗേഡിയർ വേണു നായർ, AM ഷിനാസ്, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഒപ്പം ഇസ്രായേലിൽ നിന്ന് രമ്യ വിജീഷ് എന്നിവരാണ് ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, ഇതാ ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്, ആ പൈലറ്റുമാരെ നിങ്ങൾ തിരിച്ചു വിളിക്കണം, ഇനിയും ആക്രമിച്ചാൽ ഗുരുതരമാകും സാഹചര്യം എന്നുള്ളതാണ്. അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും വെടിനിർത്തൽ പ്രാബല്യത്തിലായിട്ടില്ല. ട്രംപിന്റെ വാക്കുകൾ ഇസ്രായേലും ഇറാനും ഒരുപോലെ തള്ളിക്കളയുന്നു എന്നല്ലേ? അഭിലാഷ്, ട്രംപിന്റെ വാക്കുകളിലൂടെയാണ് വെടിനിർത്തൽ കാര്യം ലോകം കേട്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ തർക്കത്തിൽ പോലും ട്രംപിലൂടെയാണ് ലോകം ആ ഒരു കരാർ, അണ്ടർസ്റ്റാൻഡിങ്, സീസ് ഫയർ എഗ്രിമെന്റിനെ കുറിച്ച് അറിഞ്ഞത്. ട്രംപ് പതിവ് തെറ്റിച്ചില്ല. എന്തിൻ്റെയും ഏതിൻ്റെയും ക്രെഡിറ്റ് തനിക്ക് തന്നെ എടുക്കണം എന്ന വാശിയുള്ളതുപോലെ തോന്നുന്നു. അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ ഇതാ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നത് കൃത്യമാണ്. അത് ആകസ്മികമായി സംഭവിച്ചൊരു കാര്യമാണോ, അതോ മഴ തോർന്നു കഴിഞ്ഞാലും മരം പെയ്യും എന്ന് പറയുന്ന പ്രമാണത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ ഏതാനും മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈനൽ ഒരു ഷോഡൗൺ എന്ന നിലയിൽ ഏതാനും മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് അവസാനം സെറ്റപ്പ് ആക്കുകയാണോ എന്നത് മാത്രമേ ആശങ്കയുള്ളൂ. പക്ഷെ ഇതിനിടയിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ലോകവും ഇരു രാജ്യങ്ങളും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ഒരൊറ്റ വിജയേ ഉള്ളൂ, നേട്ടമുണ്ടാക്കിയ ഒറ്റ രാജ്യമേ ഉള്ളൂ. അത് നിസ്സംശയം പറയാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. കാര്യങ്ങൾ മാറ്റിയൊക്കെ പറഞ്ഞു ട്രംപ്. എന്നിരുന്നാലും അമേരിക്കയുടെ ബിസിനസ് കണ്ണുകൾ എപ്പോഴും ഗൾഫിലെ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളിലാണ്. അവിടെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നു എന്ന ഒരു പ്രതീതി ജനിക്കണം. ശരിക്കും ഭീഷണി ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ആ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ, GCC രാജ്യങ്ങളുടെ മേൽ ഇറാൻ എന്ന ഒരു വലിയ വിപത്ത് ഇങ്ങനെ നിൽക്കുന്നു, തങ്ങി നിൽക്കുന്നു. ഇപ്പോൾ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ ആണെങ്കിൽ പോലും ഇറാന്റെ ആണവ ആയുധങ്ങൾ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആകെ തന്നെ ആശങ്കയിലാക്കുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ വിചാരിക്കണം, അമേരിക്ക വിചാരിക്കണം. ഇത് ട്രംപിന്റെ നറേറ്റീവാണ്. അതനുസരിച്ചാണ് അമേരിക്കയുടെ ആയുധ സന്നാഹങ്ങൾ, അമേരിക്കയുടെ സായുധ. പക്ഷേ അങ്ങനെയുള്ള ട്രംപിന്റെ ആ നരേഷൻ വിജയിച്ചു എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ സാധിക്കുമോ ഡോക്ടർ മോഹൻ വർഗീസ്? പ്രത്യേകിച്ച് ഇതാ ട്രംപ് വലിയ വീരവാദം മുഴക്കിയ ഒന്നായിരുന്നല്ലോ അവിടുത്തെ ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന. പിന്നീട് പെന്റഗൺ തന്നെ തകർത്തു എന്നതിൽ നിന്ന് പിന്മാറുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇതേ തകർത്ത ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോഴിത് ഏറ്റവും ഒടുവിൽ JD വാൻസിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത് അവിടെ നിന്ന് യുറേനിയം കടത്തിയിരുന്നു ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയെയും വെട്ടിക്കാൻ ഇറാന് കഴിയുമെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
അങ്ങനെയല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഇറാനുമായി ഒത്തുകളിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രയേലുമായും ഒത്തുകളിച്ചു, ഇറാനുമായും വേറെ ഒത്തുകളിച്ചു. ഇതാകപ്പാടെ ഒരുതരം മാച്ച് ഫിക്സിംഗിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഇത് പോയി. ഇപ്പം നമ്മളെല്ലാം ഈ വെളിയിലിരുന്ന് കാണുന്ന ആളുകൾ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇതെല്ലാം കണ്ടിരുന്നു എന്ന് വേണം നിഗമനം. അതായത് ഫോർദോയിലെ ആണവ നിലയത്തിലും നസാൻസിലും ഇസ്ഫഹാനിലും ഒക്കെ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അമേരിക്ക വിവരം ഇറാനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് മാറ്റാൻ സാധിച്ചു എന്ന രീതിയിൽ അമേരിക്കയിൽ ഉള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറയുന്നു. എന്താണ് ലോകം ധരിക്കേണ്ടത്? ഒരു ആക്രമണം നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി. ആഴത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രഹരശേഷി അല്ലെങ്കിൽ ഈ GBU 57 എന്ന ബോംബിന്റെ എത്ര ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്യാം എന്നൊക്കെ പരീക്ഷണം നടത്താനുള്ള നല്ല മാർഗമായിരുന്നു. ഇപ്പോൾ അതിന് ക്രെഡിബിൾ ഒരു ബോംബായി മാറി. പക്ഷേ അത് എന്ത് ഉദ്ദേശത്തിലാണോ ആണവ ഫിസൈൽ മെറ്റീരിയലുകൾ നശിപ്പിക്കുക എന്നതാണോ ആ ലക്ഷ്യം കൈവരിക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല. അതായത് താങ്കൾ പറയുന്നത് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നടക്കം ഫോർദോയിൽ നിന്ന് ട്രക്കുകളിലൂടെ യുറേനിയം മാറ്റുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അതൊക്കെ നേരത്തെ തന്നെ കാണാൻ അമേരിക്കയ്ക്ക് ശേഷിയുണ്ടായിരുന്നുവെന്നും അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ആക്രമണം എന്നുമാണ് താങ്കൾ വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, അതിന് മുൻപ് തന്നെ ഇറാനുമായി ധാരണയിലാണ്. നോക്കൂ, 2024 കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന ആക്രമണം, ഇറാൻ ഇസ്രായേലിനെതിരെ 100-ൽ പരം മിസൈലുകൾ വർഷിച്ചു. അതിനു മുമ്പ് അമേരിക്ക അറിയിച്ചിരുന്നു, ഞങ്ങളിതാ മിസൈൽ വർഷം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഒത്തുകളി എന്നല്ല, ഇതിന് മറ്റെന്ത് പേരാണ് വിളിക്കുക? ഇതിൻ്റെ പേര് ഒരു ആക്രമണം നടത്തുമ്പോൾ അത് പൂർണ്ണ ആർജവത്തിൽ ആത്മാർത്ഥമായിട്ടാണ് നടത്തുന്നതെങ്കിൽ, പ്രഹരശേഷി യഥാർത്ഥത്തിൽ ഉണ്ടാകണമെങ്കിൽ മുൻകൂട്ടി പറയാനാവില്ല. അതുപോലെ തിരിച്ച് ഇറാൻ അമേരിക്കൻ താവളങ്ങളെ ഖത്തറിൽ ആക്രമിക്കുന്നു. അമേരിക്കയ്ക്ക് യാതൊരു നാശനഷ്ടവും ഉണ്ടായില്ല. എല്ലാ മിസൈലുകളും ഭേദിക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, മുൻകൂട്ടി അമേരിക്ക അറിയിച്ചതിന് ശേഷമാണ് എന്ന് അവിടെയും അമേരിക്ക പറയുന്നു, ഞങ്ങൾക്ക് മുൻകൂർ അറിവ് ലഭിച്ചു. എല്ലാ സേനാ വിഭാഗങ്ങളെയും ബങ്കറുകളിൽ ഒളിപ്പിക്കാൻ സാധിച്ചു. അതിനർത്ഥം ഇവിടെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാവുക, അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാവർക്കും ജയിക്കാവുന്ന, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നിൽക്കാം, ഇറാന്റെ ആണവ പ്രഹരശേഷി കുറച്ചു കൊണ്ടുവന്നു എന്ന് പറയാം. ഇസ്രായേലിന് പറയാം, തങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അമേരിക്കയോടും ഇസ്രായേലിനോടും പൊരുതി നിന്നു എന്ന് പറയാം. അമേരിക്കയ്ക്ക് ഭാവിയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുകയുമാണ്. അതായത് ഉചിതമായ ഒരു സമയം ഇതായിരുന്നു. ഈ സമയത്ത് വെടിനിർത്തൽ എന്നത് പ്രഖ്യാപിക്കാൻ ഏറ്റവും പറ്റിയ സമയം. അങ്ങനെ ഒരു സമയത്ത് ട്രംപ് പ്രഖ്യാപനം നടത്തി. അങ്ങനെ വേണം കരുതാൻ. ആ സമയം നോക്കി, കൃത്യമായ സമയം നോക്കി വളയ്ക്കുകയേ ചെയ്യാവൂ, ഓട്ടിക്കരുത് എന്ന പ്രമാണം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ട്രംപ് അതിൽ പ്രതികരിച്ചു. അതിന്റെ നേട്ടം തന്റെ തൊപ്പിയിൽ മറ്റൊരു പൊൻതുവൽ കൂടി ചാർത്തപ്പെടുമെങ്കിൽ അത് നന്ന് എന്നും കൂടി ട്രംപ് കരുതിയിട്ടുണ്ടാവണം. അതായിരിക്കണം സംഭവിച്ചത്. ശരി, ശ്രീജിത്ത് പണിക്കർ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പൊൻതൂവൽ എന്ന നിലയിൽ അവകാശപ്പെടാൻ ഇപ്പോൾ പറ്റുന്നുണ്ടോ? കാരണം ഇന്ന് തന്നെ ഏതാണ്ട് ഒരു 24 മണിക്കൂറിൽ താഴെ സമയമെടുത്താൽ ഡെവലപ്മെന്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഘട്ടത്തിൽ ഖത്തറിലും അടക്കം അമേരിക്കയുടെ വ്യോമത്താവളത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. മണിക്കൂറുകൾക്കകം ട്രംപിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണത്തിലേക്ക് പോകുന്നു. അതായത് വെടിനിർത്തലിന് ധാരണയായി എന്ന് ഇസ്രായേൽ പറയുന്നു. ഇല്ല, ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഞങ്ങളുടെ പ്രദേശത്ത് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ പറയുന്നു, ഞങ്ങൾ വെടിനിർത്തലിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴിതാ സാക്ഷാൽ ട്രംപ് തന്നെ പറയുന്നു, ഇനി ആക്രമിക്കരുത്, നിങ്ങൾ ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ താങ്കൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശ്രീജിത്ത് പണിക്കർ? സത്യം പറഞ്ഞാൽ ശ്രീ അഭിലാഷ്, ഇതിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, ഒരു സീസ് ഫയർ ഉണ്ട് എന്ന കാര്യത്തിനെ പറ്റി ശ്രീ ട്രംപ് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് ശേഷം അതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുമില്ല. പക്ഷെ അതിനുശേഷം എത്രത്തോളം അത് ഇഫക്റ്റീവാണ്, എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പിന്നീട് സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ എല്ലാ പൈലറ്റ്സിനെയും തിരിച്ചു വിളിക്കാനായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ട്രൂത്ത് സോഷ്യലിലൊക്കെ ട്രംപിൻ്റെ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം വളരെ പിസ്ഡ് ഓഫ് ആയിട്ടുള്ള 2 രാജ്യങ്ങളോടും അദ്ദേഹം ഇനി ഇതിന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാർണിങ്സും ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തന്നെ ഈ വെടിനിർത്തൽ ഇന്ന് രാവിലെ വന്നതിന് ശേഷം രാവിലെ അവരുടെ ലോക്കൽ ടൈം രാവിലെ 7:30 ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. അതിൽ തന്നെ അവർ പറയുന്നുണ്ട്, ബീർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ആ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം അവിടെ 4 ആൾക്കാർ മരിക്കുന്നുണ്ട്. അതിനുശേഷം 3 മണിക്കൂർ കൂടി കഴിഞ്ഞതിന് ശേഷം അവരുടെ സമയം രാവിലെ 10:30
2 തവണ കൂടി വീണ്ടും മിസൈൽ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് നോർത്തേൺ ഇസ്രായേൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുന്ന സമയത്ത് ഞങ്ങൾ അതിന് ഒരു റിറ്റാലിയേറ്ററി പക്ഷേ വളരെ പ്രിസിഷൻ സ്ട്രൈക്ക്, ലിമിറ്റഡ് സ്ട്രൈക്ക് അതാണ് ഞങ്ങൾ തിരിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷമുള്ള ഘട്ടത്തിനെ പറ്റി നമുക്കറിയില്ല. അതായത് അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് തുടരുകയാണോ അല്ലയോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ ഒരു ട്രൂസ് അല്ലെങ്കിൽ ഒരു സീസ് ഫെയർ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു സമയം അതിന് വെക്കുക, ആ സമയത്തിന് ശേഷം പിന്നീട് ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇതിന്റെ മിഡിൽമാൻ്റെ റോളാണ്. അപ്പോൾ ആ മിഡിൽമാൻ റോള് ഫലപ്രദമായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മിഡിൽ ഈസ്റ്റിലുള്ള US ബേസിലേക്ക് ഇറാൻ ആക്രമിച്ചതിന് ശേഷം അതിനൊരു റിറ്റാലിയേറ്ററി നടപടി പോലും അമേരിക്കയുടെ ഭാഗത്ത് നിന്നില്ല. അതിനെ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. ന്യൂട്രലൈസ് ചെയ്താൽ പോലും ഇങ്ങോട്ടായിരുന്നു ആക്രമണമെന്നും ആ ആക്രമണം അമേരിക്കൻ എയർബേസിന് നേരെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിട്ടും അതിലെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അതിലൊരു തിരിച്ചടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പം ഒരുപക്ഷെ അമേരിക്ക അത് ചിന്തിച്ചിട്ടുണ്ടാവുക തന്നെ ഞങ്ങൾക്കതിൽ ആഘാതം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തിരിച്ചൊരു പ്രത്യാക്രമണത്തിന് പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ്. പക്ഷേ ഇതിലെ ആത്യന്തിക വിജയി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കോൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു വിജയി ഇതിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടുള്ള കൺഫർമേഷൻ ഉണ്ടാകണം. ആ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ മിഡിൽമാനായിട്ട് അമേരിക്കയെ കരുതാനും കഴിയില്ല. ഇസ്രയേലും അമേരിക്കയും ഒക്കെ ചേരുന്ന ഒരു പക്ഷവും ഇറാന്റെ മറുപക്ഷവുമുണ്ട്. ഇങ്ങനെ 2 പക്ഷമുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന സമയത്ത് പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഈ ഓരോരുത്തർക്കുമുണ്ട്. അതെന്തായിരുന്നു, ഓരോരുത്തരും ഏത് ഘട്ടത്തിലാണ് ഇടപെട്ടത്, അത് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഇതിൽ ആര് വിജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഇല്ലാതെയാക്കുക, കാരണം അത് അവർക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടാക്കുന്നു എന്നതാണ്. അത് കൺവിൻസ്ഡ് ആയിട്ടാണ് ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ബങ്കർ ബസ്റ്ററുകളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന മട്ടിൽ അവിടെ അമേരിക്ക വരുന്നതും അവരുടെ ബോംബറുകളൊക്കെ തന്നെ അവിടേക്ക് വരുന്നതും. അപ്പോൾ അതിനുശേഷം ഇത് പൂർണ്ണമായിട്ടും ഇതിനെ ഒബ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഇതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊരു ക്ലെയിം അവിടെ വരുന്ന സമയത്ത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള മറ്റ് തെളിവുകൾ അതിപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഉണ്ടായതിനു ശേഷം മാത്രമേ അവരിത് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് പറയാൻ കഴിയൂ എന്നുള്ളത് ഒരു ഭാഗം. 2, എൻറിച്ച്ഡ് യുറേനിയം, വെപ്പൺ കപ്പാസിറ്റിയിലേക്ക് പോകാൻ കഴിയുന്ന യുറേനിയം സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടിൽ അവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന രീതിയിലത്തേക്ക് വരുന്ന വാർത്തകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ആൾക്കാരും പറഞ്ഞിരിക്കുന്ന ഇവരെ ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്ന പദ്ധതി ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. കാരണം അത് മറ്റൊരു ഫെസിലിറ്റിയിൽ വെച്ചോ ഒരു സൗഹൃദ രാജ്യത്ത് വെച്ചോ ഇറാന് വീണ്ടും അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ പക്ഷം അല്ലെങ്കിൽ അവരുടെ ഡിക്ലെയർഡ് പൊസിഷൻ എന്തായിരുന്നോ അത് അച്ചീവ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇറാൻ ഇതിലേക്ക് പോകുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് എന്താണ്, നിങ്ങൾ പറയുന്ന ഭീഷണിക്ക് ഞാൻ വഴങ്ങുന്നില്ല, എൻ്റെ എൻറിച്ച്മെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും, അതെന്റെ അവകാശമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടാൽ, അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്ക് കോംപ്രമൈസ് അവർ ചെയ്താൽ അവരും ഇതിൽ പൂർത്തിയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പൂർത്തീകരിച്ചു എന്ന് പറയാനായിട്ട് അവകാശപ്പെടാൻ അവർക്കും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ, ഇതിന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം പൂർണ്ണമായിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടോ, ഇനി ആ കപ്പാസിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല, പെർമനന്റ്ലി ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ. താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിന്റെ ഒരു ആത്യന്തികമായ റിസൾട്ട് എന്ത് എന്നത് ഇനിയും കാത്തിരിക്കേണ്ടതാണ്. പക്ഷേ അവിടെയാണല്ലോ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ച ഒരു കാര്യമുള്ളത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് എന്നതൊരു മിടുക്കനായ ബിസിനസ്മാൻ കൂടിയാണ് എന്നത് നമുക്കറിയാം. ആ കണ്ണുകൾ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലും ചില ഡ്രാമകളുമാണോ ഡൊണാൾഡ് ട്രംപ് ഇതുവരെ നടത്തിയത് എന്ന സംശയം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ട്രംപ് ഒരു ഡ്രാമ കളിക്കുന്ന ആളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് എനിക്ക് തോന്നുന്ന ഈ പാനലിലുള്ള എല്ലാ ആൾക്കാർക്കും ഏകപക്ഷീയമായിട്ട് അറിയാവുന്ന കാര്യവുമാണ്. അദ്ദേഹത്തിന് പലപ്പോഴും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും US പ്രസിഡന്റ് ഇറക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മൂല്യം എന്താണെന്ന് അറിയാവുന്ന ഒരാൾ പോലുമാണോ അദ്ദേഹം എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പലപ്പോഴും വളരെ കാഷ്വൽ ആയിട്ടുള്ള വളരെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പല കാര്യത്തിനും ഉപയോഗിക്കുന്നത്. ഇന്നും അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളും ആ രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അബൂബക്കർ അൽ ബാഗ്ദാദിയെ വധിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിരുന്ന ഒരു പ്രസ്താവന അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ആശ്വാസത്തിനേക്കാൾ ഉപരി ഒരു കോമഡി പീസ് പോലെയാണ് ആൾക്കാർ അതിനെ കണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് എത്രത്തോളം വെയിറ്റ് ആണ് നൽകേണ്ടത്, അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന പൂർണ്ണമായും ശരിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിനെ പോലെ അല്ലാതെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ JD വാൻസിനെ പോലെയുള്ള ആൾക്കാർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അവർ പറയുന്നത് എന്താണ്,
ഇറാൻ ഈസ് നോ ലോങ്ങർ കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ന്യൂക്ലിയർ വെപ്പൺസ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഫോക്സ് ന്യൂസിന് കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ അവിടെ നിന്ന് എൻറിച്ച്ഡ് യുറേനിയം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ നോ ലോങ്ങർ എന്ന് പറയുന്ന കാര്യത്തിന് പുറത്തേക്ക് വീണ്ടും ഒരു സസ്പെഷൻ അവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അമേരിക്കയുടെ വാണിജ്യ താല്പര്യങ്ങളുണ്ടാകും, അമേരിക്കയ്ക്ക് ആ മേഖലയിലുള്ള താല്പര്യങ്ങളുണ്ടാകും, മറ്റു താല്പര്യങ്ങൾ, ഒരു റെജൈം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ ഡിസ്കഷൻ ആണെങ്കിൽ പോലും അവർക്ക് മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാകും. പക്ഷെ ആ താല്പര്യം പൂർത്തീകരിക്കുന്നത് എവിടെയാണ്? ആ താല്പര്യം പൂർത്തീകരിക്കണമെങ്കിൽ ഒന്നാമത് അവരെ പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വിധേയമായി അത് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു ധാരണയിൽ ഇറാനെ എത്തിക്കണം. അല്ല എങ്കിൽ അവരുടെ ഒരു റെജൈം ചേഞ്ചിന് മുന്നോട്ട് പോകണം. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നെങ്കിലും സാധ്യമാണ് എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ കഴിയാതെ അമേരിക്ക അവരുടെ ഇൻട്രസ്റ്റുകൾ പൂർണ്ണമായിട്ടും നേടിയെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. അവിടെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ സംശയമാണ് ഞാൻ നേരത്തെ ഉന്നയിച്ചത്. അതായത് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാത്രവുമല്ല, അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചാണ് ഇപ്പോഴും ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം സ്വാഭാവികമായും ട്രംപിനെ പോലെ ഒരാൾ ഇങ്ങനെയൊരു വെടിനിർത്തലിലെ ധാരണയിലേക്ക് എത്തി എന്ന് പറഞ്ഞതിന് ശേഷം അതേ ട്രംപിന് തന്നെ അത് തിരുത്തി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ അതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായും മുൻകൂട്ടി തയ്യാറെടുത്ത, മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ അനുസരിച്ച് ആടിത്തീർത്തു എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ട്രംപിന് എല്ലാം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ്, അതിന്റെ തലപ്പത്താണല്ലോ ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്നത്. ആ അമേരിക്കയുടെ പ്രയോറിറ്റീസ് വ്യക്തമായി അറിയാം, ട്രംപിനും അറിയാം, ട്രംപിന്റെ ടീമിനും അറിയാം. അങ്ങനെയെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി ആണവ വിമുക്തമാക്കാൻ ഈ സ്ട്രൈക്ക് പോരാ എന്നറിയാം. ഇറാൻ ഒരു വിപത്തായി നിലനിൽക്കേണ്ടത് മറ്റാരേക്കാളും അമേരിക്കയുടെ ആവശ്യമാണ്. ഇസ്രായേലിന്റെ ആവശ്യമല്ല, പക്ഷെ അമേരിക്കയുടെ ആവശ്യമാണ്. ഒരു ഭീഷണിയായി നിന്നെങ്കിൽ മാത്രമേ ഇസ്രായേൽ അമേരിക്കയെ ആശ്രയിക്കൂ, ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കൂ. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ നിൽക്കണം. ഭരണമാറ്റം എന്നൊക്കെ പറയുന്നത്, റെജീം ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ആയിരുന്നു. അത് ഒരിക്കലും അമേരിക്ക ആഗ്രഹിച്ചില്ല. ആയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന അമേരിക്ക വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ഭരണകൂടം അവിടെ നിലനിന്നെങ്കിൽ മാത്രമേ അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകൂ. അതുമാത്രമല്ല, ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു കരുതൽ മാത്രമാണ് എന്നിപ്പോൾ കരുതിയാൽ മതി. അതായത് ഏതെങ്കിലും ഒരു അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്താതിരിക്കില്ല. കാരണം അമേരിക്ക ഹിറ്റ് ചെയ്യുമ്പോൾ, ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ ആഴത്തിൽ ഹിറ്റ് ചെയ്യുമ്പോൾ, മറുപടി എന്ന നിലയിൽ സിംബോളിക് ആയിട്ടെങ്കിലും ഇറാൻ അമേരിക്കൻ താവളങ്ങളെ ഹിറ്റ് ചെയ്യും. 19 താവളങ്ങളാണുള്ളത്. അതെല്ലാം വിവിധ അറബ് രാജ്യങ്ങളിലാണെന്ന് ഓർക്കണം. അവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ടാർഗറ്റ് നോക്കൂ, ഇതൊരു ന്യൂട്രൽ രാജ്യമാണ്. ഖത്തറിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അറബ് മേഖലയിൽ പരസ്പരം തർക്കമുണ്ടാകുമ്പോഴും ഇസ്രായേലുമായി തർക്കമുണ്ടാകുമ്പോഴും എപ്പോഴും ഇടനില വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് ഓർക്കണം. പലസ്തീൻ ഇറാഖ് ഇസ്രായേൽ പ്രശ്നം വന്നപ്പോൾ ഹമാസിന് വേണ്ടി വക്കാലത്ത് പിടിച്ചത് ഖത്തറാണെന്ന് ഓർക്കണം. ഇസ്രായേലിന് വേണ്ടി സംസാരിച്ചത് ഖത്തറാണെന്ന് ഓർക്കണം. രണ്ടു കൂട്ടരെയും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്നത് ഖത്തറാണെന്ന് ഓർക്കണം. അപ്പൊ ഖത്തറിന് ഇറാനുമായും അടുത്ത ബന്ധമുണ്ട്, ഇറാന്റെ പ്രോക്സീസുമായും ബന്ധമുണ്ട്, ഇസ്രായേലുമായും ബന്ധമുണ്ട്. അമേരിക്കയുടെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സേനാതാവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിനുള്ളിലാണ് എന്ന് ഓർക്കണം. ഖത്തറിന് അധികം വിമാനത്താവളങ്ങളൊന്നുമില്ല. ഒരു വിമാനത്താവളവും മറ്റൊരു പഴയ വിമാനത്താവളവും പിന്നെ ഈ അമേരിക്കൻ ബേസുമാണുള്ളത്. അവിടേക്ക് ആക്രമണം വരും എന്ന് ഖത്തറിന് മുൻകൂട്ടി അറിയാമായിരുന്നു. ഖത്തർ അൽത്താനി എന്ന അവിടുത്തെ പ്രധാനമന്ത്രിയാണല്ലോ ഇതിന് മധ്യസ്ഥത വഹിച്ചതെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ അൽത്താനിക്ക് അറിയാം, അമേരിക്കൻ പ്രസിഡന്റിന് അറിയാം, ഇറാൻ അറിയാം, എല്ലാവർക്കും അറിയാം അങ്ങോട്ടൊരു ആക്രമണം വരുമെന്ന്. അങ്ങോട്ടൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യവുമല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഖത്തറിനെ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നാൽ മറ്റ് അറബ് രാജ്യങ്ങൾ അവരെല്ലാം ദേ ക്യാൻ ബി കെപ്റ്റ് ഇൻ ദ ഡാർക്ക്. അവരെല്ലാം വിചാരിക്കും ഇനി തങ്ങളുടെ ഊഴമാണ്, തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണം വരും. അമേരിക്കൻ ബേസ് ആണെങ്കിൽ പോലും തങ്ങളുടെ രാജ്യത്തേക്ക് ഇറാന്റെ ആക്രമണം വരും. തങ്ങൾക്ക് പ്രതിരോധം ഒരുക്കണം. അതിന് അമേരിക്ക അല്ലാതെ, അത്രയും ശക്തമായ അമേരിക്ക അല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ മാസത്തെ മധ്യേഷ്യ പശ്ചിമേഷ്യ സന്ദർശനം. അവിടെ ഒപ്പുവെച്ച ഡീലുകൾ നോക്കൂ. സൗദി അറേബ്യയുമായും അപ്രതീക്ഷിതമായി UAE-യുമായിട്ടും ഖത്തറുമായിട്ടും എല്ലാം ഡിഫൻസ് പാക്കേജുകൾ ഒപ്പുവെക്കുകയാണ്. ഒരു ഡീലറായ ട്രംപിന് അറിയാം എങ്ങനെ കച്ചവടം നടത്തണമെന്ന്. ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട്, സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട്, ഓയിൽ റിച്ചായ പണക്കൊഴുപ്പുള്ള അറബി ഇസ്ലാമിക രാജ്യം, പ്രത്യേകിച്ച് GCC ബെൽറ്റിലുള്ള രാജ്യങ്ങളുമായി ഒന്നൊന്നായി
കരാറുകളിൽ ഏർപ്പെടാനുള്ള അന്തരീക്ഷം, അതേപോലെ അമേരിക്കൻ താവളങ്ങൾ തുടർന്നും അവിടെ നിലനിർത്താനുള്ള ഒരു അന്തരീക്ഷം, ഇതെല്ലാം സംജാതമാക്കണമെന്നല്ലാതെ ഇറാന്റെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി തടയണമെന്ന് അമേരിക്ക ഒരിക്കലും ആഗ്രഹിച്ചു കാണില്ല. അതങ്ങനെ തന്നെ നിൽക്കണം. പക്ഷെ തൽക്കാലത്തേക്ക് ഇസ്രയേലും ആശ്വാസമാണ്. ഏതാനും വർഷത്തേക്ക് ഒരുപക്ഷെ ഫിസൈൽ മെറ്റീരിയൽ കടത്തിക്കൊണ്ട് പോയാലും ടെക്നോളജി കൈവശമുണ്ടെങ്കിലും അതിനുള്ള നിലയങ്ങൾ തകർത്ത സ്ഥിതിക്ക് അതിൽ കാര്യമായ തകർച്ച ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഉടനടി സമ്പുഷ്ടീകരണം ഒന്നും നടക്കില്ല. ഏതാനും വർഷത്തേക്ക് ഇസ്രയേലിനും ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ഓൾ ദ കീ പ്ലെയേഴ്സ്. നഷ്ടം സംഭവിച്ചത് ഇത് കണ്ടുനിന്ന ആളുകൾക്കും ആ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെയാണ്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു എഴുതപ്പെട്ട സ്ക്രിപ്റ്റിനനുസരിച്ച് പോകുന്നു എന്ന് പറയുമ്പോഴും ഈ അവസാന നിമിഷങ്ങളിലെ നീക്കങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈ പ്രസന്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ചില നീക്കങ്ങളുണ്ടല്ലോ, അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമാകട്ടെ, ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ പ്രതികരണമാകട്ടെ, അത് ആ തിരക്കഥയ്ക്കനുസരിച്ച് തന്നെ കഥാപാത്രങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതെയോ തിരക്കഥയ്ക്ക് അപ്പുറത്തേക്ക് കഥാപാത്രങ്ങൾ അവരുടേതായ വേഷപ്പകർച്ചയിലേക്ക് മാറുന്നുണ്ടോ? തിരക്കഥയിലെ അനുസരിച്ചിട്ട് പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവുള്ള മെമ്പർ കൺട്രീസിൽ ഉണ്ടാകാം. പക്ഷെ എല്ലാ ആൾക്കാരും അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ കൺട്രോൾഡ് ആയിട്ടാണെങ്കിലും ഇറാനെ പോലെ ഒരു രാജ്യത്തിന് ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് വെപ്പൺ ഗ്രേഡ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഇസ്രായേലിനുണ്ട് എന്നുള്ളത് അവരുടെ ഒരു സ്റ്റേറ്റഡ് പൊസിഷനാണ്. അപ്പോൾ ആ സ്റ്റേറ്റഡ് പൊസിഷന് വിരുദ്ധമായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണെങ്കിലും അതിനെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേയധികം പ്രശ്നങ്ങൾ ഇസ്രായേലിനുണ്ട്. അതല്ല എങ്കിൽ അത്രത്തോളം വലിയൊരു ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടാകണം. മുമ്പ് ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ, അതിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഇതേപോലെയുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും അൺക്ലിയർ ആയിരുന്ന സമയത്താണ് അമേരിക്കയുടെ ഒരു എക്സിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. പിന്നീടാണ് ഇവർ പൂർണ്ണമായിട്ടും ഷട്ട് ഓഫ് ചെയ്തതിനു ശേഷം അവർ സ്വതന്ത്രമായിട്ട് ഇത് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഇസ്രായേൽ അമേരിക്കയോട് ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ JD വാൻസ് നടത്തിയിരിക്കുന്ന അഭിമുഖം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, 900 പൗണ്ട് സ്റ്റോക്ക് പൈലാണ് ഹൈലി എൻറിച്ച്ഡ് യുറേനിയം. ആ കാര്യത്തിനെ പറ്റി അത് എങ്ങനെ ഉപയോഗിക്കും, അതിന് എന്താണ് അതിന്റെ ഭാവി എന്നതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാനായിട്ട് കൃത്യമായിട്ടൊരു മറുപടിയില്ല. അതിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന ആഴ്ചകളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഈ ഇന്ധനം, ഈ ഫ്യുവൽ എന്നാണ് പറയുന്നത്, അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ഡിപ്ലോമാറ്റിക് കോൺവെർസേഷൻസ് ഇറാനുമായി നടത്തിയതിനു ശേഷം തീരുമാനിക്കും എന്നാണ്. അപ്പോ പൂർണ്ണമായിട്ടും 10 ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന ശേഷിയുണ്ട്, അത്രയുമാണ് മാറ്റി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മാറ്റിയത് എന്നും പറയുന്നുണ്ടല്ലോ വാൻസ്. അല്ല, അവിടെയാണ് പ്രശ്നം. അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആൻഡ് ടോട്ടലി ഒബ്ലിറ്ററേറ്റഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഇനി അവർക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയാത്ത വിധം പൂർണ്ണമായിട്ടും അതിനെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എക്സാക്ട് സെയിം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് JD വാൻസ് തയ്യാറായില്ല. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് ഈ 900 പൗണ്ടിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെ ഇനി എങ്ങനെ ഉപയോഗിക്കാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. തന്നെയല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ഡെവലപ്മെന്റുകളെ പറ്റിയൊക്കെ നോക്കുന്ന പല എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പേർട്സ് പോലും പറയുന്നത്, അതിൽ തന്നെ ജെയിംസ് ആക്ടണെ പോലെയുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഒരു വർഷം ഇതിനെ ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതായത് ഇനി അടുത്ത ഒരു വർഷം കൂടി എടുത്തതിന് ശേഷം വേണം ഇറാന് ഒരുപക്ഷെ പതുക്കെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാം റെസ്യൂം ചെയ്യുന്നതിന് വേണ്ടി. അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള ആഘാതം മാത്രമേ ഒരുപക്ഷെ ഈ സ്ട്രൈക്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുകയുള്ളൂ. എൻറിച്ച് യുറേനിയത്തിനോ അവരുടെ സെൻട്രിഫ്യൂജ് കമ്പോണന്റുകൾക്കോ സാരമായ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും പ്രശ്നമോ ഇറാനിയൻ എക്സ്പേർട്സിന് എന്തെങ്കിലും സാരമായ രീതിയിലത്തേക്കുള്ള പ്രശ്നമോ ഉള്ളതായിട്ട് നമുക്ക് നിലവിൽ അറിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതിനെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം. ഒരു കാര്യം കൂടി അവിടെ ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ തന്നെ നമുക്കറിയാം സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നാണ് ഈ 16 ട്രക്കുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അത് യുറേനിയം മാറ്റിയെന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായും 3 ആണവ കേന്ദ്രങ്ങൾ, അത് 3 ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ യുറേനിയം എവിടേക്ക് കൊണ്ടുപോകുന്നു, അത് എവിടെ സൂക്ഷിക്കുന്നു? ഇപ്പോൾ ഈ ഇറാൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലായിടത്തേക്കും ഈ കഴുകൻ കണ്ണുകൾ എത്തുമോ, നിരീക്ഷണ കണ്ണുകൾ എത്തുമോ എന്നതൊന്നും അറിയില്ല. പക്ഷേ അത്രമേൽ രഹസ്യമായി ഇതൊക്കെ നീക്കുക, അതെവിടേക്ക് നീക്കി എന്ന് അമേരിക്കയുടെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് അറിയാനേ പറ്റാത്ത പോകുന്ന ഒരു സാഹചര്യം, അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം താങ്കൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ?
അല്ല, അതെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഫോർദോയിൽ ഇതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ഇറാൻ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫോർദോയിൽ അവരിങ്ങനെ വളരെ സ്പീഡായിട്ട്, വളരെ റാപ്പിഡ് ലെവലിൽ 2% നിന്ന് വളരെ പെട്ടെന്നാണ് 60% മുകളിലേക്ക് പ്യൂരിറ്റി അവർ എൻറിച്ച്മെന്റ് അറ്റൈൻ ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ നേരത്തെ തന്നെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫെസിലിറ്റികളെയൊക്കെ തന്നെ ഇവർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാക്സാർ പോലെയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസികൾ ഹൈ ക്ലാരിറ്റി ഇമേജുകളൊക്കെ തന്നെ ഈ പ്രദേശത്തുള്ള വെഹിക്കിൾ മൂവ്മെന്റിനെ കുറിച്ച് നേരത്തെ തന്നെ കാണിച്ചിരുന്നതുമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുപക്ഷെ അറ്റാക്ക് ചെയ്യുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ നൽകിയതിന് ശേഷം ഉടനെ തന്നെ US അവിടെ അറ്റാക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യവും അതാണ്. അപ്പോൾ അങ്ങനെ അവർ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അമേരിക്ക അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീൽ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത പോലുമുണ്ട്. നമുക്കറിയാം, മറ്റേതൊരു അമേരിക്കൻ പ്രസിഡന്റിനെക്കാളും ബിസിനസ് താല്പര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരുപക്ഷെ ഇതിനുണ്ടാകാം. അതിന് എത്രത്തോളം ഇറാൻ വഴങ്ങുമെന്നോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഇസ്രായേലിന് സ്വീകാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്ന ആ മേഖലയിലെ ഭാവി ജിയോ പൊളിറ്റിക്സിനെ നിർണ്ണയിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, താങ്കൾ ഈ പാനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായം കേട്ട് കാണും, ഞാനത് ആവർത്തിക്കുന്നില്ല. എങ്കിലും അങ്ങനെയൊരു ഡ്രാമ, ആ ഡ്രാമയുടെ പിക് പോയിന്റിലേക്ക് എത്തുകയും അവിടെ കൃത്യമായ ഒരു ടൈമിങ്ങിൽ തൻ്റെ വേഷം കുറച്ചുകൂടി സമർത്ഥമായി ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കുകയുമാണോ ഇന്ന് ചെയ്തത്? അതായിരുന്നോ ആ വെടിനിർത്തൽ കരാർ? ഞാൻ മൊത്തം കേട്ടില്ല, ഇടയ്ക്കാണ് ജോയിൻ ചെയ്തത്. എങ്കിലും കേട്ടണം വെച്ച് ഞാൻ പറയാം. അതായത് ഇതില് ആരാണ് ഇതിൽ മിടുക്കർ, ആരാണ് ഇതിൽ കൂടുതൽ വിക്ടറി കൈവരിച്ചതെന്നാണ് ചോദ്യമെങ്കിൽ, 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ചേംബറിൽ നിന്നും വിൻസ്റ്റൺ ചർച്ചിൽ ചാർജ് എടുക്കുമ്പോൾ ആ ദിവസങ്ങളിൽ വിൻസ്റ്റൺ ചർച്ചിൽ സ്വന്തം മകനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: മൈ ഡിയർ സൺ, until we drag America into the war, we will not win the bloody war. ഏതാണ്ട് 30 വർഷക്കാലമായി നെതന്യാഹു അമേരിക്കനെ ഇവിടെ ഒന്നുകൊണ്ട് അടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പല 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 ശ്രമങ്ങൾ നടന്നെങ്കിലും ആരും അതിന് തയ്യാറായില്ല. ഇപ്പോ നമ്മൾ കാണുന്നത് ട്രംപ് ഡയറക്റ്റായി അവിടെ ഇന്റർവ്യൂ ചെയ്തു, അമേരിക്ക അവിടെ കൊണ്ടുപോയിട്ടു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ചോളം കാണാൻ പറ്റുന്നത്. പിന്നെ 2, എന്താണ് ഈ നടക്കുന്നുള്ളത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇസ്രായേൽ പറയുന്നു അവിടെ ന്യൂക്ലിയർ ഉണ്ട്, എനി മിനിറ്റ് ദേ വിൽ മൊബിലൈസ് ആൻഡ് ദേ വിൽ ഡെവലപ്പ് ന്യൂക്ലിയർ ബോംബ്, സോ നമുക്ക് അടിക്കണം. അപ്പം അതിന്റെ തെളിവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പണ്ടേ ഒരു സിനിമയ്ക്കകത്ത് ശങ്കരാടി കാണിക്കും പോലെ തെളിവ് ഇല്ല, ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ബ്രിട്ടന്റെ അംബാസിഡർ ടു ഇസ്രായേൽ വാസ് ഇന്റർവ്യൂഡ് ഇൻ BBC ചാനൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ തെളിവുണ്ടെന്ന് പറഞ്ഞു, എവിടെയാണ് തെളിവ്? അത് ആരെങ്കിലും കണ്ടോ? ഇല്ല. ഇവർ കയറി അടിക്കുന്നു, അടി കഴിഞ്ഞ് അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആ സമയത്ത് ഓർക്കേണ്ടത് ഈ നമ്മുടെ ഈ ന്യൂക്ലിയർ ഏജൻസിയിലെ IAEA, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, അതിന്റെ ഡയറക്ടർ ജനറൽ വളരെ കൃത്യമായി വാൺ ചെയ്യുന്നു, ഒരു കാരണവശാലും ന്യൂക്ലിയർ ഉള്ള സ്ഥലം അവിടെ കയറി അറ്റാക്ക് ചെയ്യരുത്, അതിന്റെ റിപ്രക്കഷൻസ് ഭയങ്കരമായിരിക്കും. ഈ റഷ്യ അന്ന് അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ, ആ മീറ്റിംഗില് റഷ്യ പറഞ്ഞതും അതാണ്, there were 3 warning, ബട്ട് നിങ്ങൾ ആ വാണിംഗ് കേട്ടില്ല, നിങ്ങൾ കയറി അടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അലേർട്ടായി. ശരി. അതിനുശേഷം ഇപ്പോൾ ട്രംപ് തന്നെ വന്ന് പറയുകയാണ്, ഞാൻ അടി നിർത്തുകയാണ്. അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അടിച്ചത്? 2, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അടി നിർത്തിയത്? അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ, അതോ അത് തകർത്തെന്നോ? ആർക്കും ഒന്നും അറിയത്തില്ല. നമ്മൾ ഇതിനെ മറ്റൊരു കൂട്ടി വായിക്കേണ്ടത്, ഇന്ന് നാറ്റോയുടെ മീറ്റിംഗ് നടക്കുകയാണ്. അല്ല, അങ്ങനെയെങ്കിൽ അതായത് ഡോക്ടർ മോഹൻ വർഗീസ് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പോയിന്റിലേക്ക് തന്നെയാണ് നമുക്ക് എത്തേണ്ടി വരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കൂടിയുണ്ട്, അഭിലാഷ്. അതായത് നാറ്റോയുടെ മീറ്റിംഗ് നടക്കുകയാണ് ഈ ദിവസങ്ങളിൽ, ഇന്നിപ്പോ നടക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഡിമാൻഡ് എന്തെന്നറിയോ?
ഡിഫൻസ് സ്പെൻഡിങ് 5% ആക്കണം എന്നുള്ളതാണ്. ശരി. അപ്പോ അതായത് യാതൊരുവിധ തെളിവുകളുമില്ലാതെ അതായത് നെഗോഷിയേഷൻ നടക്കുമ്പോൾ ഒരു തെളിവുമില്ലാതെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു, ഇസ്രായേലിന് വേണ്ടി അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു, അതിനുശേഷം ഞങ്ങളെല്ലാം കോംപ്ലിമെന്റ് ആയി എന്ന് ഇവർ പറയും. ഇതിൽ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനായിരുന്നു ഈ വാർ? ശരി ശരി, ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഈ മോഹൻ വർഗീസിന് ചർച്ചയിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നത്? അടുത്ത സ്റ്റെപ്പ് നിർബന്ധപൂർവ്വം ഇറാനും അമേരിക്കയും തമ്മിൽ നേരത്തെ സൂചിപ്പിച്ച ഒത്തുകളി ഉണ്ട് എങ്കിൽ പേരിന് വേണ്ടിയെങ്കിലും ഒരു കരാർ ഒപ്പിടും. ഏതാനും വർഷത്തേക്ക് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തില്ല എന്ന ഒരു നിഗമനത്തിൽ എത്തി നിൽക്കും. അത് ഇസ്രായേലിനും സ്വീകാര്യമായിരിക്കും, ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങൾക്കും സ്വീകാര്യമായിരിക്കും. മുഖം രക്ഷിക്കാൻ എല്ലാവർക്കും സാധിക്കുന്ന രീതിയിൽ ഒരു കരാർ, അല്ലെങ്കിൽ അത് ലോകത്തോടായി പറയുന്ന ഒരു കരാറായിരിക്കും. അപ്പോഴും ആത്യന്തികമായി ആ ന്യൂക്ലിയർ വിഷയം അതുപോലെ തന്നെ നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യെസ്, ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് കത്തെഴുതി എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സഹകരണത്തിന് ഇറാൻ തയ്യാറായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. അതിന് ഈ ഘട്ടത്തിലെങ്കിലും എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതീക്ഷ എന്തായിരിക്കാം? അപ്പോൾ ഇതൊരു അവസാനത്തിലേക്ക് എത്തിയില്ല എന്നാണല്ലോ നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നത്, ശ്രീജിത്ത് പണിക്കർ. നിശ്ചയമായും നോക്കൂ, ഇത് റെസ്പോൺസിബിളായിട്ട് ന്യൂക്ക് കൈകാര്യം ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി പോലെയുള്ള ഒരു ട്രീറ്റിയിൽ അവർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്താണോ അത് അബൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും കഴിഞ്ഞ 7-8 വർഷമായിട്ട് അവരുടെ ന്യൂക്ക് ഫെസിലിറ്റികളെ പറ്റി അവർ ഒരു തരത്തിലുള്ള അഡ്മിഷനും നടത്തിയിരുന്നില്ല. അവർ അത് ബിൽഡ് ചെയ്ത് വന്നിരുന്നു. ബിൽഡ് ചെയ്യുന്ന സമയത്ത് കരാർ അനുസരിച്ച് അവരത് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഡിക്ലെയർ ചെയ്തില്ല, ഇൻസ്പെക്ഷൻ അനുവദിച്ചില്ല. അവിടെ എന്തൊക്കെ നോമായിരുന്നു അവർ പാലിക്കേണ്ടിയിരുന്നത് അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൺട്രോൾഡ് ആയിട്ടാണെങ്കിൽ പോലും അവരത് റെസ്യൂം ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ പോലും ഇതിനെ പൂർണ്ണമായിട്ടും ഒബേ ചെയ്യുന്ന രീതിയിൽ അവർ പെരുമാറണം. പിന്നെ കൂടുതൽ സസ്പീഷൻ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ പരസ്യമായിട്ട് ഒരിക്കലും അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഇവിടെ ഉണ്ടാക്കുകയാണ് എന്നവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തെളിവ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അനുവദിക്കാത്ത ഇൻസ്പെക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് അവിടെ ചെന്ന് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളത് പ്രശ്നമാണ്. 2, IAEA ഉൾപ്പെടെയുള്ള ഏജൻസികൾ പറയുന്നത് നിങ്ങൾ പല സ്ഥലങ്ങളിൽ പുതുതായിട്ട് ന്യൂക്ക് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ട് എന്ന് പറയുന്ന സമയത്താണ് ഇറാൻ ഫോർദോ പോലും ഡിക്ലെയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. 3, വളരെ റാപ്പിഡായിട്ട് ഒരു മൂവ്മെന്റ് ഒരു പ്രദേശത്ത് നടക്കുകയാണെങ്കിൽ അവരെന്തോ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. 4, കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് എന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം അവരുടെ മിനിസ്റ്റർ ആയിരുന്ന ജാവേദ് സരീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ ഇറാൻ വിചാരിക്കുകയാണ് എങ്കിൽ, അധികാരത്തിലിരുന്നയാളാണ്, വൈസ് പ്രസിഡന്റോ മറ്റോ ആയിരുന്ന ആളാണ്, ഇറാൻ വിചാരിക്കുകയാണ് എങ്കിൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം വിത്തിൻ ഡേയ്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ്. ഇത് ഓവർനൈറ്റ് കിട്ടുന്നതല്ല അഭിലാഷ്. അതായത് നിങ്ങൾക്ക് വെപ്പൺ ഗ്രേഡ് യുറേനിയം, നിങ്ങൾ സാധാരണ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യുറേനിയത്തിൽ നിന്ന് വെപ്പൺ ഗ്രേഡിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ടെക്നോളജി വേറെയാണ്. വിത്തിൻ ഡേയ്സ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ IRGCയുടെ കമാൻഡർ ആയിരുന്ന അഹമ്മദ് ഗത്തലാബ് എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പ്രഷർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് എങ്കിൽ ഞങ്ങളുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ ഞങ്ങൾ റിവൈസ് ചെയ്യും എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ സമാധാനപരമായിട്ടൊക്കെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ വെറുതെ പ്രകോപിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു മാറ്റം, അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞ് അവരെ നോൺ കംപ്ലയൻസ് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് അവരിതിനെ അഡ്മിറ്റ് ചെയ്യുന്നത് പോലും. അപ്പോൾ അവരുടെ ഭാഗത്ത് ഒരു കരാറിൽ ഒപ്പിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന മര്യാദകൾ, മിനിമം മര്യാദകൾ എന്തൊക്കെയായിരുന്നു അതവർ ചെയ്തില്ല. അപ്പോൾ ഇനിയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അത് തുടർന്ന് അവർ പോകുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നതിനനുസരിച്ച് ചെയ്യാനുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിന് വേണ്ടിയിട്ട് ഇറാൻ വഴങ്ങുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇനിയെങ്കിലും അവരത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, ശരി. ഇപ്പോൾ ബ്രിഗേഡിയർ വേണു നായർ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ വേണു നായർ, ഇതാ ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ, അതായത് ഈ നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ എവിടെ എന്ത് നടന്നാലും അതിൻ്റെ
പിതൃത്വം ഏറ്റെടുക്കുക എന്ന ഒരു രീതിയുണ്ട് ഡൊണാൾഡ് ട്രംപിന്. അതാണ് ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷ സമയത്തടക്കം കണ്ടത്. ഇന്ത്യ ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യാത്ത ഒന്നിൽ ആണ് അവകാശവാദം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതെന്തുമാകട്ടെ, ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുകയാണ് ഇസ്രായേൽ ഇനി ഇറാനെ ആക്രമിക്കരുത്, പൈലറ്റുമാരെ അടക്കം തിരിച്ചു വിളിക്കൂ എന്ന്. അപ്പോൾ ധാരണയിലേക്കെത്തി വെടിനിർത്തൽ കരാറായി എന്ന് പറഞ്ഞ ട്രംപിന് തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല ഇറാൻ എന്നും ഇസ്രായേൽ എന്നുമാണോ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറത്ത് ഈ പറയുന്നത് പോലെ ഇതെല്ലാം ഒരു തരം ഡ്രാമയുടെ ഭാഗമായി എല്ലാവരും ചേർന്ന് നടക്കുന്ന നീക്കങ്ങൾ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? എല്ലാവർക്കും ജയ് ഹിന്ദ്. ജിയോ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ പല ഇഷ്യൂസിനെ പറ്റി ഇപ്പോൾ പല പ്രപ്പോസലും ഉണ്ടായി. പക്ഷേ എനിക്ക് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇതിനെപ്പറ്റി ഉള്ളത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം, ഇതിൽ US ഇടപെട്ടു, എന്തിനിടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ സെൻട്രാലിറ്റി എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു, അതിനെ തടയണം എന്നുള്ളതാണ്. അവരങ്ങനെ അല്ല ചെയ്തിരുന്നത്, അതിനോട് ആണെന്നുള്ളതിനുള്ള പല എവിഡൻസസും ഉണ്ട്. അതുകൊണ്ട് ഈ ഫ്രിൽസ് പോലെ അങ്ങനെ കൃത്യമായ എവിഡൻസുകൾ ഇല്ല എന്നാണ് ബൈജു തട്ടാല പറയുന്നത്. ഇതൊരു ഡ്രാമ അല്ല. ഞാൻ പറയാം. ഇപ്പം ഇറാനിൻ്റെ അകത്തേക്ക് ആർക്കും പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഫോർഡോ, നെറ്റാൻസ് ആൻഡ് ദാറ്റ് തേർഡ് പ്ലേസ് എല്ലാം ഇതിനുള്ള ന്യൂക്ലിയർ എൻറിച്ചിങ് ഫെസിലിറ്റീസ് ആണെന്നുള്ളതിന് ആർക്കും സംശയമൊന്നുമില്ല. ആൻഡ് എല്ലാവർക്കും വിശ്വസിക്കാവുന്ന തരത്തിൽ ഒരു 400 കിലോഗ്രാം അറ്റ്ലീസ്റ്റ് 60% വരെ എൻറിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ അവരുടെ കയ്യിലുണ്ട്. IAEA ഒരു പറയുന്നത് ഈ അവരുടെ ഏതോ ഒരു ഇൻസ്പെക്ഷനിൽ ഒരു ടൈമിൽ ഏതാണ്ട് 83% വരെ ഉള്ള ഒരു എലിമെൻറ്റിനെ പറ്റി അവർക്ക് കണ്ടെടുക്കാൻ പറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ 60% മുതൽ ഒരു 90% ആണ് വെപ്പൺ ഗ്രേഡ് ആകുന്നത്. അതിലേക്ക് എത്താൻ വലിയ സമയമൊന്നും വേണ്ടിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതെല്ലാവരും പറയുന്നതുമാണ്. ആൻഡ് ഫോർഡോ എന്നുള്ള ഈ അണ്ടർഗ്രൗണ്ട് ഒരു 200-300 അടി താഴത്തുള്ള ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടില്ല. ഇത് ബൈ ചാൻസ് ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടതാണ് 2009 ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു മേക്ക് ബിലീവ് കാര്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ ഇറാൻ്റെ ഒരു പബ്ലിക്കിൻ്റെയും ഇറാൻ്റെ ഈ അലി ഖൊമീനിയുടെയൊക്കെ പറയുന്നത് ഡെത്ത് ഫോർ USA ആൻഡ് ഡെത്ത് ഫോർ ജൂസ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. അവർക്കാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ഖൊമീനിയസും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡുണ്ട്. അവരെ ഒരു സൂപ്പർ മിലിറ്ററി ആയിട്ട് അങ്ങനെ ഒരു ആൻറ്റി സെമാറ്റിസം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രഖ്യാപിത നയമാണ് ഇസ്രായേലിനെ ഈ ഭൂമിയുടെ മാപ്പിൽ നിന്നും മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഇത് ആ ഒരു ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. ഇവരൊരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കേണ്ട അടുത്ത് തന്നെ എത്തിയിരുന്ന ഒരു സമയത്താണ് അവർ ചെയ്തത്. അത് തുടക്കത്തിൽ തന്നെ ഇവരുടെ ഫോർഡോ സെൻറ്റർ തകർക്കണമെങ്കിൽ B-2 വിമാനം വേണം, അതിന് ഈ പ്രത്യേക ബങ്കർ ബസ്റ്റേഴ്സ് വേണം, MOPs വേണം എന്നൊക്കെ ഉള്ളത് എല്ലാവരും നമ്മൾ പല ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് കുറച്ച് താമസിച്ചാണെങ്കിലും ഈ 23rd അമേരിക്ക വന്നു. അമേരിക്കയിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അതങ്ങനെ ഒരു ഈ കൃത്യമായിട്ട് അവർ ഈ 14 ബോംബുകളാണ് ഇട്ടത്. അത് ശരിക്കും പിന്നെ അതിന്റെ ഡാമേജ് അവിടെയാണ് നേരത്തെ മോഹൻ വർഗീസിനെ പോലെയുള്ളവർ സൂചിപ്പിച്ചത്. അതായത് ഇതെല്ലാം ഇറാനെ അറിയിച്ച് അവിടെ നിന്ന് യുറേനിയം അടക്കം നീക്കാനുള്ള അവസരവും നൽകിക്കഴിഞ്ഞാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് നേരത്തെ അഭിപ്രായപ്പെട്ടത്. അത് നമുക്ക് എക്സാമിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഇറാൻ അവരുടെ മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് അവർ ഒരു വേ ഔട്ട് വേണം എന്നുള്ള നിലയിലാണ്. അപ്പോൾ സുലൈമാനിയെ കൊന്ന ആ സമയത്ത് ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ, അവർ പറഞ്ഞ് ഞങ്ങളിത് ഇപ്പോൾ ഡ്രോൺ ആക്രമണം ചെയ്യാൻ പോവാണെന്ന് ഇസ്രായേലിനെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു
സ്വതന്ത്ര രാഷ്ട്രമായ വളരെ അഭിമാനമുള്ള പേർഷ്യ എന്ന പണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 36 വർഷമായിട്ട് ഒരു ആരാണ് അതിനെ ഭരിക്കുന്നത് നമുക്കറിയാം, അത് സുപ്രീം ലീഡറാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ജനതയുടെ മുകളിൽ ഒരു പിടിയുണ്ട്. അതുകൊണ്ട് അവരെ നാണം കെടുത്തുന്ന രീതിയിൽ അമേരിക്ക ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അവർക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യും. ആ പ്രദേശത്തുള്ള ഓരോ അമേരിക്കക്കാരനും ഞങ്ങളുടെ ശത്രുവാണെന്ന് അവർ പറഞ്ഞതാണ്. അപ്പോൾ അത് പബ്ലിക്കിനെ വിശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ടല്ലോ. അതിനുകൊണ്ടാണ് അവിടെയുള്ള ഏതെങ്കിലും ഒരു കുറച്ച് സൈനിക അമേരിക്കയുടെ സൈനിക എലിമെന്റ്സിനെ അതായിരിക്കാം ഒരു പക്ഷേ ജെ ഡി വാൻസ് അഭിമുഖത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ഇറാനുമായിട്ടല്ല, ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെയാണ് യുദ്ധം എന്ന് ജെ ഡി വാൻസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് രമ്യ കൂടി ചേരുന്നുണ്ട്. രമ്യ, ഇതിൽ യെസ്, വളരെ പെട്ടെന്ന് വേണുനായർ ഞാൻ തിരികെ എത്താം. ഈ രമ്യ, അതായത് 12 ദിവസങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അത്തരമൊരു പ്രതികരണമായിരുന്നു ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിൽ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് അവിടെ പ്രചരിച്ചിരുന്നു. അതായത് ഒരു വെടിനിർത്തലിലേക്ക് എത്തുന്നു, ഇനി ഇസ്രായേലിൽ സമാധാനം പുലരും, അതല്ല എങ്കിൽ ഇസ്രായേലിൽ ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതെയാകും. അങ്ങനെ അവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നോ രമ്യ? ഓൾറെഡി ഇവിടുത്തെ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ പത്രങ്ങൾ പറയായിരുന്നു, അമേരിക്ക യുദ്ധം ഇവർക്കുടെ കൂടെ ഇസ്രായേലിന്റെ കൂടെ കൂടുവാണെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ മാക്സിമം ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്നായിരുന്നു ഇവിടെ ചർച്ചയിലുണ്ടായിരുന്നത്. അതിന് യുദ്ധം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ ആയുധശേഖരണം നശിപ്പിക്കലായിരുന്നു ഇവർക്കുടെ മെയിൻ ടാർഗറ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പൊ ഒരു 5-6 ദിവസം മുമ്പ് പറഞ്ഞു 3-2% ഓൾറെഡി അവര് നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്ന് വെളുപ്പിന് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടി, ഇതുപോലെ സീസ് ഫയറിന് ചാൻസ് ഉണ്ട്, ഓൾമോസ്റ്റ് ആവുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു വെളുപ്പിന്. അപ്പൊ 5 മണിയായപ്പോ ഞങ്ങൾക്ക് അലേർട്ട് വന്നു, ഇതുപോലെ അവിടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് രമ്യ, ഈ സീസ് ഫയറിന്റെ സാധ്യത എന്ന് പറയുന്ന മെസ്സേജുകൾ വരുന്നത് ഒഫീഷ്യലി ആയിട്ടുള്ള മെസ്സേജ് ആണോ, അതെയോ ഇപ്പോൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ക്രിയേറ്റ് മറ്റെവിടെ നിന്നെങ്കിലും, അതായത് ഈ ചാനൽ ചർച്ചകളിൽ നിന്നോ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒന്നാണോ? അത് ഇസ്രായേലിലെ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞ വാർത്തയിൽ വായിച്ചായിരുന്നു. വെളുപ്പിന് ഓൾറെഡി ഞങ്ങൾ അലേർട്ടാണ്, വയസ്സായാലും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അലേർട്ടാണ്, എപ്പോഴും സൈറൺ വരാലോ. സീസ് ഫയർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ ജസ്റ്റ് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ മെസ്സേജ് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് 5 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അലേർട്ട് വന്നു. ഞങ്ങൾ കയറി, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു. 7 ടൈം ആയിട്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത് നമുക്ക് അലേർട്ട്. അത് സാൽവേ ഓഫ് ബാലിസ്റ്റിക് മിസൈൽ ആണ്, അതായത് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ നമ്പർ ആണ് അവര് വിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് വീണ്ടും ഇത് നോൺ സ്റ്റോപ്പ് അല്ല. അപ്പൊ ഞങ്ങൾ ഓർത്ത് എന്തായിരിക്കും. ഇപ്പൊ ടി വിയിൽ കാണിച്ചു 7 മണി വരെ ഉള്ളൂ, 7 മണി കഴിഞ്ഞ് അതോടുകൂടി ഇത് ഫിനിഷ് ആവും, സീസ് ഫയർ ആവുന്നു പറഞ്ഞു. പക്ഷെ അത് നീണ്ടു പോയിട്ട് 7:15-7:45 ഈ സംഭവം തീരുന്നില്ല. 8 മണിയായിട്ട് ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ഇറങ്ങും. രാവിലെ 5 മണിക്ക് ഞങ്ങൾ ആ റൂമിൽ അലേർട്ട് വന്ന് കയറപ്പോ 1 by 1 ആയിട്ട് ഇങ്ങനെ 7 ടൈംസ് വന്നു. അതിൽ ടോട്ടൽ 15 ബാലിസ്റ്റിക് മിസൈൽ ആണ് വന്നത്. അതിൽ ഒരെണ്ണം, അതായത് അവിടുത്തെ പ്രാദേശിക സമയം ഏതാണ്ട് 9 മണി വരെ ആ നിയന്ത്രണം തുടർന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണോ സംഭവിച്ചത്? അതെ, ഒരു 8:15-8:30 വരോളം ഞങ്ങൾ അലേർട്ടായിരുന്നു. അതിൽ ഒരെണ്ണം ആ സമയത്താണ് ഒരെണ്ണം ബർഷേവയിൽ വീഴുന്നതും 4 പേര് മരണപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇറാനും US പ്രസിഡന്റ് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഒന്നും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 9:30 ആയപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത സീസ് ഫയർ ആണ്, അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നോർത്തേൺ സൈഡിൽ വീണ്ടും സൈറൻ വന്നു, അലേർട്ടായി 2 ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ട് വിട്ടു. അപ്പൊ സീസ് ഫയർ വയലേഷൻ, ഇതിന് ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞങ്ങൾ റിയാക്ട് ചെയ്യുമെന്നാണ് മിനിസ്റ്ററോട് പറഞ്ഞിരുന്നത്, ആർമി മിനിസ്റ്ററോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവർ അതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കൂൾ ഡൗൺ, കാം ഡൗൺ എന്നാണ് പറഞ്ഞു ഇസ്രായേലിനോട്, വേറെ ഒരു പ്രശ്നത്തിന് പോകണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അതിനുശേഷം കുറെ ശേഷം അവര് ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്യാണ് പ്രധാനമന്ത്രി അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തമ്മിൽ. നെതന്യാഹും ചർച്ചയില് അവസാനം ചെറിയ രീതിയിൽ അവർക്കുടെ റഡാർ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാൻ മാത്രമുള്ള പെർമിഷനാണ് അമേരിക്കയിൽ നിന്ന് അവർക്ക് ലഭിച്ചേക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ചർച്ച നിൽക്കുമ്പോഴും അവർ ഒഫീഷ്യലി മിനിസ്റ്റർമാരൊക്കെ ആയിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ചർച്ച ചെയ്തതിന് ശേഷമാണ് അത് തീരുമാനത്തിൽ എത്തത്തുള്ളൂ. 12 ഡേ ആൻഡ് നൈറ്റ് ആയിരുന്നു ഇത്.
അവിടെ രമ്യ, ഇപ്പോഴേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടോ? അതായത് ഈ അലർട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അവിടെ? ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അത് മാറിയിട്ടില്ല. ഇപ്പൊ 9:00-ക്ക് ശേഷം ഡിക്ലെയർ ചെയ്തതിന് ശേഷം സ്കൂൾ നാളെ റീ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു. എയർ സ്പേസ് ഒക്കെ ഓപ്പണിംഗ് ആണ്, നോർമൽ ആണെന്നുള്ള തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് രണ്ടാമത് ഇത് വയലേഷൻ ചെയ്ത് അറ്റാക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മീറ്റിംഗ് ചെയ്ത് തീരുമാനിച്ചിട്ടാണ് അവരത് ഷെഡ്യൂൾ ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നിലവിൽ ഈ സ്കൂളുകളൊന്നും ഓപ്പൺ ചെയ്യുന്നത് സംബന്ധിച്ച് ഒഫീഷ്യലി ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ഇതിന് ശേഷം വരും എന്നാണ് ഇവിടെ എല്ലാവരും ടിവിയിലൊക്കെ പറയുന്നത്. അതാണ്, ഇതിന് ശേഷം എല്ലാം നോർമൽ ആവുമെന്നാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ രമ്യ പറഞ്ഞു അവിടുത്തെ ടെലിവിഷൻ ചർച്ചകൾ അല്ലെങ്കിൽ മീഡിയകളിൽ നിന്നൊക്കെ വരുന്ന ഇൻപുട്ടുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന്. ഈ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി, അദ്ദേഹത്തിന്റെ പേരും ഇസ്രായേൽ കാറ്റ്സ് എന്നാണ്, അദ്ദേഹം പറഞ്ഞത് ഉറപ്പായും തിരിച്ചടിക്കും എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചടിച്ചു എന്ന നിലയിലോ അല്ലെങ്കിൽ തിരിച്ചടിക്കും എന്നുള്ളതാണോ ഇപ്പോഴും അവിടുത്തെ ചർച്ചകളിൽ നിൽക്കുന്നത്? അതെ, ഈ ഫോഴ്സ്ഫുള്ളി റിയാക്ട് ചെയ്യാൻ തന്നെയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് ഉൾപ്പെടെ താല്പര്യം. കാരണം മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. 4 പേരോളം മരണം സംഭവിച്ചു, 10-20 പേരിൽ കൂടുതൽ പരിക്കേറ്റായിരുന്നു. പിന്നെ സീസ്ഫയർ വയലറ്റ് വീണ്ടും 2 തവണ റോക്കറ്റ് ഇത് വന്നു. അപ്പൊ അതുകൊണ്ട് റിയാക്ട് ചെയ്യണമെന്ന് ആണ് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നത് തന്നെ. സീസ്ഫയറിനോട് ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം ഇടപെട്ടപ്പോ അതിന്റെ തീവ്രത കുറയ്ക്കാനായിട്ടുള്ള രീതിയിലാണ് ചെയ്യും, പക്ഷെ തീവ്രത കുറവാന്നുള്ളത്. അപ്പൊ റഡാർ സിസ്റ്റത്തിൽ ഇത് ചെയ്യാനാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനം. അതിന്റെ ചർച്ചകളൊക്കെ നടക്കും. ശരി, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? അതായത് ഇതിപ്പോൾ ഒരു വെടിനിർത്തൽ സാധ്യതയിലേക്ക് എത്തുന്നു, അതിന്റെ ഒരു ഘട്ടമായിരിക്കുന്നു എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഒരു പക്ഷേ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടായേക്കാം. നമ്മൾ ഇതിനെ മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആലോചിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്തത് ഇതെന്തിനാണ് തുടങ്ങിയത്, ഇതെങ്ങനെയാണ് അവസാനിച്ചത്. കുറെ ആളുകൾ കൊല്ലപ്പെടുന്നു, കുറെ ആളുകൾക്ക് ദുരിതവും ദുഃഖവും, ഒരു മാസ് ഡിസ്ട്രക്ഷൻ എല്ലായിടത്തും ഉണ്ടാകുന്നു. ഇപ്പം ഉദാഹരണമായിട്ട് JD വാൻസ് പറഞ്ഞത്, അതായത് ഞങ്ങള് ന്യൂക്ലിയറിനെതിരെയാണ് ഞങ്ങളുടെ ഫൈറ്റ്. ന്യൂക്ലിയർ കണ്ടെത്തി തകർത്തോ? ഇല്ലല്ലോ. ഇത് അറിയാവോ? അവിടെയാണല്ലോ ഈ വ്യത്യസ്തമായ ഒരു ഒപ്പീനിയൻ ഉണ്ടാകുന്നത്. അതായത് പൂർണ്ണമായും ആ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നില്ല എങ്കിൽ പോലും നശിപ്പിക്കപ്പെട്ടോ എന്നുള്ളതിന്റെ തീവ്രത ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കില്ല. അതിന് പരിശോധന നടക്കണം. പക്ഷേ കുറച്ചെങ്കിലും അതിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു വേഗത കുറയ്ക്കാൻ സാധിക്കുക, അങ്ങനെയെങ്കിലും സാധിച്ചിട്ടുണ്ടാകാമെന്ന അഭിപ്രായങ്ങളുണ്ട്. അല്ല, അത് നമ്മുടെ സ്പെക്കുലേഷൻ മാത്രമാണ് അഭിലാഷേ. നമ്മൾക്ക് അവിടുത്തെ അവര് ഈ ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ട്രീറ്റി അവർ ബ്രീച്ച് ചെയ്തു, നോൺ കംപ്ലയൻസ് ആണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. എന്റെ കൺസേൺ ഇത് മാത്രമേ ഉള്ളൂ, എന്തിനായിരുന്നു ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായത്? രണ്ടാമത്തത്, എന്തിനാണ് ഇതിപ്പോ അതായത് അവിടെ നെതന്യാഹു അവിടെ അത് മുഴുവൻ കംപ്ലീറ്റ് അവര് ഈ ന്യൂക്ലിയർ മുഴുവൻ അവര് സീസ് ചെയ്യും, അതിനുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽ അവരവിടെ തകർക്കും എന്നുള്ളതായിരുന്നു അവരുടെ ലൈൻ. രണ്ടാമത് അവരവിടുത്തെ റെജീം ചേഞ്ച് ചെയ്യും. അത് രണ്ടും കഴിഞ്ഞു. ഇത് രണ്ടിൽ ഏതാണ് ഇവർ അച്ചീവ് ചെയ്തതിൽ? ഇതിൽ ബേസിക്കലി എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ബ്രിഗേഡിയർ വേണു നായർ പറഞ്ഞില്ലേ, അവിടെ മേക്ക് ബിലീഫ് ആക്കാൻ കഴിയും, നമ്മളെ മേക്ക് ബിലീവ് ആക്കാൻ പറ്റുന്നില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്, നമ്മൾക്കിതിന് തെളിവ് വേണ്ടേ? യാതൊരു തെളിവുമില്ലാതെ ഒരു സോവറിൻ രാജ്യത്തെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് ചില ലോകക്രമങ്ങളില്ലേ, ചില വേൾഡ് ഓർഡറുകളില്ലേ? ആ ഓർഡറുകൾ കൃത്യമായി അല്ല, അതാണല്ലോ വേണുനായർ ഇവിടെ സൂചിപ്പിച്ചത്. അതായത് അവർ പുലർത്തുന്ന നിഗൂഢത, ആ രാജ്യത്തിന് ലഭിക്കാത്ത മറ്റ് അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ലഭിക്കുന്നത് പോലുള്ള പ്രവേശനാനുമതിയില്ല. ഇത് ജനസേവനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളാണെങ്കിൽ അത് ഇങ്ങനെ മറച്ചു വെച്ച് പ്രവർത്തിക്കേണ്ടതില്ലല്ലോ. ഇപ്പോൾ ഒരു ആണവ നിലയം അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു ഊർജ ആവശ്യത്തിന് വേണ്ടിയാണ്. പൊതുവെ അവിടെ ഊർജ പ്രതിസന്ധിയുള്ള ഒരു രാജ്യമല്ല എന്നുള്ളതാണല്ലോ വിലയിരുത്തൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒപ്പം ഇസ്രായേലിന് വേണ്ടി മരിക്കുക എന്നത് ഏറ്റവും വിശുദ്ധമായി കരുതുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം അവിടുത്തെ ജനങ്ങളിലേക്ക് എപ്പോഴും പമ്പ് ചെയ്യപ്പെടുന്ന ഭരണകൂടം, ഇതാണല്ലോ കാരണമായി പറയുന്നത്. അല്ല, അപ്പൊ എന്റെ ചോദ്യം, ആ കംപ്ലീറ്റ് കൺസേൺ ദൂരീകരിക്കപ്പെട്ടോ? ഇപ്പോ ആ കൺസേൺ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കില്ലേ? അതായത് ആ കൺസേണിൽ ഒരു ശകലമെങ്കിലും മാറ്റമുണ്ടായോ? അതായത് ഇതിൽ കൃത്യമായി, അതായത് നമ്മൾ അല്പം പുറകോട്ട് പോകണം.
ഈ ഒക്ടോബർ 7 ഇൻസിഡന്റ് തുടങ്ങുന്നതിന് മുമ്പ് നെതന്യാഹു ഇസ്രായേൽ എന്താണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ ഏതാണ്ട് ഓൾ ഔട്ട് ഒരു അതായത് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും അതിലൊരു ഓൾ ഔട്ട് പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒക്ടോബർ 7 ഉണ്ടാകുന്നത്. ഇപ്പോ ഈ ഇറാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കി എന്ന് വെച്ചു, ഇത് ഇവിടെ തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിന് ഡൊമസ്റ്റിക് ലെവലിൽ, ഗ്രൗണ്ട് ലെവലിൽ അദ്ദേഹം ഈ പ്രശ്നങ്ങൾ അതായത് ഇതിങ്ങനെ കത്തിച്ച് നിർത്തിയില്ല എങ്കിൽ ഗ്രൗണ്ടിൽ നമ്മുടെ മനസ്സിലാവുന്നുണ്ട്. അത് നേരത്തെ രമ്യ, അത് തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ഒരു സാഹചര്യം. താങ്കൾ ഇസ്രായേലിൽ ഉള്ളത് കൊണ്ടാണ് എന്റെ ചോദ്യം. നമ്മൾ ഈ ഗാസ സമയത്ത് ചർച്ച ചെയ്തതാണ്. അല്ല, താങ്കളോടല്ല, രമ്യയോടാണ്. രമ്യ ഇസ്രായേലിലാണ്. അല്ല, അപ്പം ചോദ്യമായിരുന്നോ? അല്ല, രമ്യയോടാണ്. അതായത് ഈ നെതന്യാഹു അവിടെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഗാസയെ ആക്രമിച്ചത്. അതുപോലെ അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ എന്ന മട്ടിലുള്ള നിരീക്ഷണങ്ങളുണ്ട്. സ്വാഭാവികമാണ്, അത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒക്ടോബർ 7 ഇവിടെ വന്ന ആൾക്കാരെ ആക്രമിക്കുകയെല്ലാം ചെയ്തത് ഇറാൻ കൊടുത്ത ട്രെയിനിങ് അനുസരിച്ചിട്ടാണ്. ഇറാനാണ് അവർക്ക് ഇവിടെ വരാനുള്ള സഹായങ്ങളും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തതെന്ന് അറിയാം. അപ്പോൾ ഓൾറെഡി ഇറാനായിട്ട് ക്ലാഷ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റിലല്ല ഇവിടെ നെതന്യാഹു ഫേസ് ചെയ്ത പ്രശ്നം. അത് ഓർത്തഡോക്സ് വിഭാഗമായിട്ടുള്ള വേറൊരു വിഷയമാണത്. അല്ലാതെ ഇതുമായിട്ട് യാതൊരു കണക്ഷൻ അതിനകത്ത് അല്ല. ആ വിഷയത്തെ തിരശ്ശീല ഇടുവാനോ അതിനെ ഹൈഡ് ചെയ്യാനോ തിരിച്ച് ഇതിലേക്ക് ശ്രദ്ധ മാറ്റാനോ ആണോ ഈ നീക്കങ്ങൾ നടത്തിയത്? അല്ല, ഇത് ഓൾറെഡി മൊസാദ് കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളുടെ ബേസിലായിട്ടാണ് ഇപ്പൊ ഈ നടന്നതും അമേരിക്ക ഇടപെട്ടതും കാര്യങ്ങളും എല്ലാം. ശരി, ശ്രീ വേണുനായർ, ഇവിടെ എന്തായാലും ബൈജുത്തിട്ടാലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഇതുകൊണ്ട് എന്ത് നേടി എന്നുള്ളത്, എവിടെ എത്തി? അതായത് ഇറാൻ ഉയർത്തുന്ന ഭീഷണികളിൽ എന്ത് മാറ്റമാണ് ഇപ്പോഴുണ്ടായത് ഈ 12 ദിവസം കൊണ്ട് എന്നത്? അഭിലാഷ്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ഈ ഒക്ടോബർ 7-നുണ്ടായ ആക്രമണത്തിൻ്റെ പിന്നിൽ ഹമാസായിരുന്നു. ഹമാസിൻ്റെ പിന്നിലാരായിരുന്നു? ഇറാൻ. ഹിസ്ബുള്ളയുടെ പിന്നിലാരാണ്? ഇറാൻ. ഹൂത്തികളുടെ പിന്നിലാരാണ്? ഇറാൻ. ഈ ഒക്ടോബർ 7-ന് പല ആൾക്കാരും ഇത് പറഞ്ഞില്ല, ഇറാനാണ് ഇതൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിലും അപ്പോൾ ഇസ്രായേലിന് എതിരായിട്ട് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്ത് ഇപ്പോൾ ഗാസയിൽ നടന്ന ഈ നരഹത്യക്ക് എല്ലാത്തിനും കാരണം ഇറാനാണെന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രം ഇപ്പോൾ അവർക്ക് പുറത്ത് വരേണ്ടി വന്നു, ഞങ്ങളാണ് ഇതിൻ്റെ പുറകിലെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രത്തിനെ പണിഷ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ആ ഒരു സൈഡിൽ എത്താൻ തന്നെ ഇങ്ങനെയുള്ളൊരു യുദ്ധം ഈസ് ജസ്റ്റിഫൈഡ്. ഒന്ന്. രണ്ടാമത് എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് ഇവരുടെ കയ്യിൽ ഒരു ബോംബ് എന്ന് ഇസ്രായേൽ വിചാരിക്കുന്നത്. അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. അതിന് തെളിവ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും വളരെ ഗുപ്തമായിട്ടുള്ള അവരുടെ ഈ എൻറിച്ചിങ് ഫെസിലിറ്റി, അത് എന്തിനാണ് അവർക്ക് ആവശ്യം? ഇതിൻ്റെ തുടക്കം 50s നമുക്കറിയാമല്ലോ. ആറ്റംസ് ഫോർ പീസ് എന്നുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് എല്ലാവർക്കും നല്ല കാര്യത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിലാണ് ഈ 79-ൽ നസ്രുല്ല ഖൊമീനി, ആദ്യത്തെ ഖൊമീനി അയത്തുള്ള വന്നതോടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുവരെ ഈ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു. അവിടുത്തെ അന്നത്തെ ഇറാനിലെ പേർഷ്യയിലെ ആളുകളുടെ ഫോട്ടോ ഒക്കെ കണ്ടാൽ നമുക്കറിയാം അവരും യൂറോപ്പിലാണോ അതോ പേർഷ്യയാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള സംസ്കാരമുള്ള രാഷ്ട്രമായിരുന്നു. അവരെ എത്ര വർഷം പിന്നിലേക്കാണ് ഈ അയത്തുള്ളമാർ കൊണ്ടുപോയതെന്ന് നമ്മൾ നോക്കണം. അവർ ഹിജാബിൻ്റെ കാര്യമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും വളരെ പുറകോട്ട് പോയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രംപിനെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല. ട്രംപിൻ്റെ 1.0 അദ്ദേഹം നടത്തിയ അബ്രഹാം അക്കോർഡ്സിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വാറിംഗ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ ഇസ്രായേലുമായിട്ട് അടുപ്പിക്കാൻ UAE, മൊറോക്കോ, ബഹ്റൈൻ മുതലുള്ള രാഷ്ട്രങ്ങളെല്ലാം ഒപ്പിച്ചു. അവസാനം ഇസ്രായേലും സൗദിയുമായിട്ടുള്ള
ഒരു അനുരഞ്ജന സംഭാഷണത്തിൽ എത്തിക്കൊണ്ടുന്ന ആ ടൈമിലാണ് ഒക്ടോബർ 7 അതിനിടെ ഇടംകോളി ഇട്ടുകൊണ്ട് ഹമാസ് ആക്രമിക്കുന്നത്. ആ ഹമാസിൻ്റെ ആക്രമണം കണ്ടാൽ എത്ര ട്രെയിനിങ് കിട്ടിയവരാണ് അവർ. അതിൽ ഗ്ലൈഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അവർ അകത്ത് വന്ന് ഒന്നാമത് വിശ്വാസ വഞ്ചനയാണ് അവർ ചെയ്തത്. അവിടെ 1,00,000 ആളുകൾക്ക് ജോലി ഡൊമസ്റ്റിക് വർക്കായിട്ട് ചേരുന്ന അവരെ സ്പൈസായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതേ വീടുകളിലാണ് അവർ ചെയ്തത്. അതിനെല്ലാത്തിനും ഇസ്രായേൽ ഒരു പ്രതികാരത്തിന് പോയി എങ്കിൽ, പക്ഷേ നെതന്യാഹുവിൻ്റെ ഒരു കാര്യം, അദ്ദേഹം ആ രാഷ്ട്രത്തെ വളരെ കാലമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നല്ല ലീഡറാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ഒരു വാറിന് പോകാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻഷിപ്പിനെ ഉയർത്തിക്കാട്ടുന്ന കാര്യമായിരിക്കും. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇപ്പോൾ ഇറാൻ ഈസ് ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കയ്യിൽ നോളജ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് സമയം കിട്ടിയ അവർക്ക് പിന്നെയും എൻട്രി ചെയ്തുകൊണ്ട് അവിടെ എത്താൻ പറ്റും. എന്നാലും കുറേ വർഷങ്ങളിലേക്ക് എത്രയാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും 5 to 10 years എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഒരു സമാധാനത്തിന്റെ കാലമാണ്. പിന്നെ ഇറാനിൽ നിന്ന് ഓയിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും അമേരിക്കയ്ക്ക് ഇല്ല. അവർക്കില്ലാതെ തന്നെ അവർക്ക് ഷെയിൽ ഗ്യാസിന്റെ അവരുടെ റിസർവ് അവർ ഇതുവരെ തൊട്ടിട്ട് കൂടുമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഗൗരവതരമായിട്ട് കാണണം. ഇതില്ലാതെ ഒരു നാടകമായിട്ട് കാണണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ബാക്ക് ടു യു അഭിലാഷ്. എന്തായാലും സംഘർഷത്തിന് 12 ദിവസത്തിന് ശേഷം അയവ് വരും എന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത്. വെടിനിർത്തൽ കരാർ ഇറാൻ തള്ളിയിരിക്കുന്നുവെന്ന്. ആ ഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ഓൺലൈൻ വഴി പ്രേക്ഷകരോട് വെടിനിർത്തൽ കരാർ ട്രംപിനെ വീണ്ടും തള്ളിയോ ഇറാൻ എന്ന ചോദ്യം ചോദിച്ചത്. അവിടെ 83% പ്രേക്ഷകരും തള്ളി എന്ന മറുപടിയാണ് നൽകിയത്. 12% പ്രേക്ഷകർ മാത്രമാണ് അല്ല എന്ന് അഭിപ്രായപ്പെട്ടത്. അതേസമയം ഏറ്റവും ഒടുവിൽ ട്രംപ് തന്നെ പറയുന്നത് ഇസ്രായേലും ഇറാനും ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് എന്നാണ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.